ഹലോ പ്രിയരെ, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ കൊറോണ നിങ്ങളെ തൊട്ടില്ലല്ലോ. ഇനി വന്നാലും കൂടെ പേടിക്കേണ്ടതേ. കുറച്ച് ആവിയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് അത് സ്ഥലം വിട്ടോളൂ. ഓക്കെ, ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. പണ്ട് നമുക്ക് പനി വന്നിട്ടില്ലേ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗവൺമെൻറ് പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചാകത്തൊന്നുമില്ല. പാണ്ടിലോറ് കയറിയാലും നിങ്ങൾ ചായല്ല. അതുകൊണ്ട് പാണ്ടിലോറ് അടിയിൽ പോയി കയറരുത്. സ്തോത്രം. പിന്നെ ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ വണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന വലിയ അപകടം ഉണ്ടാക്കും കേട്ടോ. വീട്ടിൽ ഇരുന്ന് ചാപ്പാട് മാത്രമല്ലേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ തൂക്കം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 70 കിലോയുടെ മേലെ പോയി കാണും. സ്വത്രം. 45 വയസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 65 കിലോ തൂക്കം പാടുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്ക് പോകരുത്. 65 കിലോ കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കണം. അത് ഭയങ്കര അപകടം ഉണ്ടാക്കും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇതെല്ലാം കൂടെ കയറിയിട്ട് അവസാനം ഒരു പരുവക്കേടാവും. മുമ്പോട്ട് മൂവ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാവും. ചിലരുടെ ഒന്നും കൈയും കാലൊന്നും മടങ്ങുന്നില്ല അല്ലേ? നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് തന്നെ സോക്സ് ഇടാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഭാഷ, ഒരു തരത്തിലാണ് ഇടുന്നത്. അപകടം അത് കേട്ടോ. നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് തന്നെ സോക്സ് ഇടാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ആരോഗ്യം കുറച്ചുകൂടെ ഡെവലപ്പാകുന്നത്. സ്തോത്രം. ചിലർക്ക് കൊളസ്ട്രോൾ അധികമുണ്ട്. ചീത്ത കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലാണ്. മരുന്ന് എടുത്ത് വിഴുങ്ങാതെ ഡെയിലി കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അടുത്ത എവിടെയെങ്കിലും ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് അനുവദനീയമായ തുറന്ന ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ രാവിലെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. എന്തെങ്കിലും ആളുകളാണ് വന്ന് ഓടുക നടക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സ്തോത്രം ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ ആ ഗ്രൗണ്ടിന് ചുറ്റും 5-6 റൗണ്ട് അങ്ങ് നടക്കണം. പറ്റുമെങ്കിൽ ആദ്യത്തെ ആ മൂച്ച് കയറി അങ്ങ് സ്പീഡിൽ ഓടിക്കളയണ്ട കേട്ടോ. അതെല്ലാം വലിയ അപകടമാണ്. ലൈറ്റായിട്ട് സ്പീഡ് കുറച്ച് ഒരു 3 റൗണ്ട് ഓടുക. ആദ്യത്തെ ദിവസം 1 റൗണ്ടേ ഓടാവുള്ളൂ. രണ്ടാമത്തെ ദിവസം 2 റൗണ്ട് ഓടുക. മൂന്നാമത്തെ ദിവസം 3 റൗണ്ട് ഓടുക. അങ്ങനെ സ്പീഡ് കുറയ്ക്കുക. പിന്നെ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടുക. ആദ്യം തന്നെ സ്പീഡ് കൂട്ടരുത്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല, ശ്വാസം മുട്ടലുണ്ടാകും കേട്ടോ. കാരണം നിങ്ങൾ ചെയ്യാത്ത പണി ചെയ്യാൻ പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ ശരീരം നന്നായിട്ട് വിയർക്കും. ഒരു 2 ഷട്ടിൽ ബാറ്റൊക്കെ മേടിച്ചിട്ട് ആ ബാറ്റ് കൊണ്ട് ആ ഗ്രൗണ്ടിൽ പോയി നിന്ന് സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ വിളിച്ച് ഒരു 1/2 മണിക്കൂർ നിങ്ങളൊന്ന് ഒരു ഷട്ടിൽ ബാറ്റ് ഒന്ന് തട്ടി കളിച്ചേ. നിങ്ങളുടെ ശരീരം മുഴുവൻ ഇളകും. നിങ്ങളുടെ ശരീരത്തിൽ നല്ലപോലെ വിയർക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കൊളസ്ട്രോൾ മുഴുവനും ഉരുകി വിയർപ്പായി പുറത്തു പോകും. സ്തോത്രം. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാം, മാറ്റങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ വെയിറ്റ് കുറയും. നിങ്ങളുടെ ശരീരം വാമാകും. നിങ്ങളുടെ അനങ്ങാതെ കിടക്കുന്ന കുറേ വെയിൻസ് ഉണ്ട്, അതെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണിൻ്റെ വെയിൻസ് ഉണ്ട്, അതെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ബ്രെയിൻ നല്ല വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നല്ല എയർ, ഫ്രഷ് എയർ, എന്താ പറയുക, പബ്ലിക് സ്ഥലത്തു നിന്നായതുകൊണ്ട് ഫ്രഷ് എയർ നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയും. അങ്ങനെ ആരോഗ്യം നിങ്ങൾ ഒറ്റ മാസം ചെയ്ത് നോക്കിയേ. പ്രാർത്ഥനയും പാട്ടും ആരാധന എല്ലാം വേണം കേട്ടോ. ചില ആളുകളുണ്ട് പ്രാർത്ഥനയും പാട്ടും മാത്രം, അതുമായിട്ട് ഇരിക്കരുത്. നിന്റെ ശരീരം ഈ ഭൂമിയിൽ സ്തോത്രം ഇവിടമായിട്ട് സെറ്റപ്പായി പോകേണ്ട സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ 2 ഷട്ടിൽ ബാറ്റൊക്കെ മേടിച്ച് കളിക്കണം രാവിലെ. ഒരു 1/2 മണിക്കൂർ മതി. ഫുൾ ടൈം കളിയായിട്ട് നടന്നേക്കരുത്. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ നാളെ മുതൽ ഇപ്പോൾ ജോലിക്കും പോകണ്ട, രാവിലെ തൊട്ടേ കളിക്കാൻ ഇറങ്ങിയോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 1/2 മണിക്കൂർ നിങ്ങൾ ശരീരത്തിന് വേണ്ടി ചെയ്യണം. ആരോഗ്യം നിങ്ങൾ അറിയാവുന്ന എക്സസൈസ്. കൈയും കാലൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കുമ്പം ചെവി അന്നേരം അറിയുന്നു, എന്തോ ഒരു സാധനം അടുത്തൂടെ മേലോട്ട് പോയിട്ടുണ്ട്. കയ്യാ, ഇതുവരെ അറിഞ്ഞിട്ടില്ല ചെവി. നിങ്ങളുടെ കൈ ചെവിയുടെ മേലോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ആരെങ്കിലും തല്ലാൻ വാങ്ങാൻ അല്ലേ? സ്വത്രം പിള്ളേർക്കിട്ട് കൊടുക്കാൻ. എൻ്റെ പ്രിയരെ, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വത്രം. നിങ്ങൾക്കറിയാമോ, ദാനിയേൽ പ്രവചനത്തിൽ കുറച്ച് ചെറുപ്പക്കാരുടെ കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. ദാനിയേൽ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. കഴിച്ചത് അവർക്ക് രാജഭോജനം എന്ന മെനു ആണ് അവർക്കുള്ളത്. പക്ഷേ അവർ പറയുകയാണ്, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട, ഞങ്ങളത് കഴിച്ചാൽ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കും. അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട. അവരുടെ ശരീരം പോലും, അവരുടെ ജ്ഞാനം അത് മറ്റൊരു കാര്യമാണ്. അവരുടെ നിപുണത അത് മറ്റൊരു കാര്യമാണ്. അവരുടെ സാമർഥ്യം അതും മറ്റൊരു കാര്യമാണ്. പക്ഷേ അവരുടെ ശരീരത്തിലോട്ട് നോക്കിയേ. ഇതെല്ലാം ഉള്ളവന് നല്ല ആരോഗ്യമുള്ള ശരീരം വേണം. അതിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്,
നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യണം. സ്തോത്രം. ശരീരത്തിൽ വ്യായാമം ചെയ്യണം. ഒരു ഷട്ടിലെടുത്ത് അല്ലെങ്കിൽ ഒരു അല്പനേരം ആയാസത്തിന് വേണ്ടി, ശരീരത്തിന്റെ കായിക ബലം വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി നിങ്ങളൊരു ഷട്ടിലടിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ നരകത്തിലൊന്നും കൊണ്ടെടുത്തില്ല കേട്ടോ. അങ്ങനെ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ പണ്ടുള്ളൊരു ചിന്തയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആന്ധ്രയിലൊക്കെ മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത് ഷട്ടിൽ ബാറ്റും കൊണ്ടാണ് പോകണം. രാവിലെ 1.5 മണിക്കൂർ ഞങ്ങൾ ഷട്ടിൽ ബാറ്റ് കളിക്കും സമയമുള്ളപ്പോഴൊക്കെ. ചിലപ്പോൾ രാവിലെ നേരത്തെ പോകേണ്ട മീറ്റിംഗ് ഉണ്ടാകും, രാവിലെ ഞങ്ങൾ നേരത്തെ പോകും. എങ്കിലും ഞങ്ങൾ ആ ബാറ്റ് ഞങ്ങൾ വണ്ടിക്കൊക്കെ കൊണ്ട് നടക്കുക. എവിടെയും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരം, എൻ്റെ പ്രിയരെ, നമുക്ക് ശരീരത്തിന് ആരോഗ്യം നല്ലപോലെ ഉണ്ടെങ്കിൽ ദൈവത്തിനോട് ഒത്തിരി ഓടാൻ പറ്റുന്നേ. നമുക്ക് ദൈവത്തിനോട് ഒത്തിരി പ്രയോജനപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ആരോഗ്യമില്ല, നിങ്ങളിങ്ങനെ പിത്തത്തടിയായിട്ട് നടക്കുകയാണെങ്കിൽ, സ്തോത്രം, അയ്യോ എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ, മുട്ടിന് വേദന, എങ്ങനെ നിനക്ക് മുട്ടിന് വേദന ഉണ്ടാകാതിരിക്കും? സ്തോത്രം. മുഴങ്കാലിൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ കായികാധ്വാനം, മുഴങ്കാലിരിക്കുമ്പോൾ ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കുക. എത്ര നേരം വേണം? ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം, അല്ലെ 2 മണിക്കൂറായിരിക്കാം, അല്ലെ അരമണിക്കൂറായിരിക്കാം. ഒറ്റ ഇരിപ്പാ, അതിന്റെ പൊസിഷൻ മാറുന്നില്ല. സ്തോത്രം. അതുകൊണ്ടേ രാവിലെ എല്ലാവരും ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, രാവിലെ നിങ്ങൾ 1.5 മണിക്കൂർ ആ മുറ്റത്തോട്ട് ഇറങ്ങിക്കേ. 6:30 വരെ അയലോക്കംകാരൊക്കെ വീട്ടിനകത്തായിരിക്കും. നിങ്ങൾക്ക് മുറ്റത്തിറങ്ങാം. നിങ്ങൾ ഇറങ്ങാനേ ആ സഹോദരിനെ വിളിച്ചോണ്ട് ഇറങ്ങുക. ഭാര്യ സഹോദരി കൂട്ട് അതിന്റെ ആ ബാറ്റ് പുള്ളിക്കകത്തേക്കും കൊടുക്കുക. ആട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലിനല്ല, അതിനുള്ള സാധനം മേടിക്കണം, കളിക്കുന്ന സാധനം. അത് മേടിച്ച് നിങ്ങൾ 1/2 മണിക്കൂർ കളിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരം മുഴുവനും വിയർക്കും. നിങ്ങളുടെ ശരീരം 2-3 ദിവസമൊക്കെ ഇച്ചിരി ശരീരത്തിന് വേദന ഉണ്ടാകും. കാരണം ചെയ്യാത്ത പണിയാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രഷർ അവിടെ പോയി, നിങ്ങളുടെ ഷുഗർ അവിടെ പോയി, നിങ്ങളുടെ കൊളസ്ട്രോൾ അവിടെ പോയി. ഉള്ള സിന്തറ്റിക് പൗഡറും കൊണ്ട് ഉരുട്ടിയ ഗുളിക മുഴുവൻ വിഴുങ്ങാതെ ആരോഗ്യപരമായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. സ്തോത്രം. ഈ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നാം വീട്ടിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ? കൃത്യസമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി, അങ്ങനെ ആരും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഏതെങ്കിലും ജോലിയുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് കയറുന്നവർ രാവിലെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങുന്ന ചിലപ്പോൾ രാത്രിക്കായിരിക്കും. അവരെന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും. കാരണം വെച്ചിട്ട് ആ ചെയ്യുന്ന ആ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുക. സ്തോത്രം. ഞാനിപ്പോൾ രാവിലെ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഉപവാസത്തോടെയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. ഞാൻ റെക്കോർഡിങ്ങിന് കയറി, രാവിലെ ഞാൻ കയറിയതാണ്. ഇനി ഞാൻ എൻ്റെ ഇറങ്ങുമ്പോൾ കുറച്ച് സമയമാവും. സ്തോത്രം. എൻ്റെ പ്രിയരെ, വ്യായാമം ചെയ്യണം. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെയും പ്രാർത്ഥിക്കണം, കർത്താവേ ആ സഹോദരൻ്റെ ഷുഗർ കുറയ്ക്കണേ, ആ സഹോദരൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കണേ, ആ സഹോദരൻ്റെ പ്രഷർ കുറയ്ക്കണേ എന്നും പറഞ്ഞ്. അപ്പോൾ കർത്താവിനോട് പറയും, നീ ഒരു കാര്യം ചെയ്യും, അവനോട് പറ, ആ മുറ്റത്തോട് ഇറങ്ങി 2 റൗണ്ട് ഓടാൻ പറ, അവന് എന്തെങ്കിലും ഒരു ഷട്ടിലോ എന്തെങ്കിലും സംവിധാനം വെച്ച് കളിക്കാൻ പറ കുറച്ചു നേരം. അവിടെ തീരാനുള്ള കേസേ ഉള്ളൂ. അവിടെ തീരാനുള്ള കേസേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ആരോഗ്യം, ആ കൈയും കാലൊക്കെ ഒന്ന് പൊക്കിയ താത്തിയോ, എന്തെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ ജ്യേഷ്ഠൻ ജോസ്, അദ്ദേഹം ഏഷ്യൻ ബിബ്ലിക്കൽ സെമിനാരിയിലെ ഗ്രാജുവേറ്റാണ്. അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആൾ കൂടി. അദ്ദേഹമാണ് എന്നെ ഇതൊക്കെ എനിക്ക് പറഞ്ഞത്, എന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. സ്തോത്രം. ഞാനും ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ആയിരുന്നു, ഇരുന്ന് ചാപ്പാടും പ്രസംഗവും തന്നെയായിരുന്നു. എൻ്റെ വെയിറ്റ് കയറി 90 കിലോ അടുത്തെത്തി. സ്തോത്രം. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ 76 ഇനിയും കുറയും. സ്തോത്രം. അടുത്ത മാസത്തിനുള്ളിൽ ഞാനത് 65 ആക്കിയിരിക്കും. ശ്രമിക്കണം പ്രിയരെ, ശ്രമിച്ചാൽ നടക്കും. എന്നിട്ട് ഓടി നടന്ന് കർത്താവിന് വേല ചെയ്യും. ഇത് എഴുന്നേക്കാനും മേല, നടക്കാനും മേല. സ്റ്റേജിലോട്ടൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പെൻഗിൻ വരുന്ന പോലെ വരുന്നത്. സ്തോത്രം. കുറയട്ടെ, നമ്മുടെ ആ നെയ്യെല്ലാം കൂടെ ഉരുകി തീരട്ടെ. അതിനുവേണ്ടി ശ്രമം നടത്തണം. ഈ ചെറുപ്പക്കാരെ നോക്കിയേ, ആ ചെറുപ്പക്കാര് സാമർഥ്യമുള്ളവരായിരുന്നു. അവരുടെ ആരോഗ്യം, അവരുടെ ബലം നിങ്ങൾ ആ 1-ാം അധ്യായം സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അവിടെ അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരെ വെച്ച് ഒത്തുനോക്കി. അങ്ങനൊരു പരിപാടിയുണ്ട് കേട്ടോ. ഒത്തുനോക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരനെ വെച്ച് ഒത്തുനോക്കി. അവന് കൊളസ്ട്രോൾ 540, നിനക്കോ
750 സ്വതന്ത്രം കേട്ടോ. 260 പോകരുതെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതെന്തെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. നിങ്ങളുടെ കൈകാലുകൾക്ക് വേദന, മസിൽസിന് വേദന, ഇടുപ്പിലിന് വേദന, തോളന് വേദന, പെടലിക്ക് വേദന, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, കൊളസ്ട്രോൾ നിങ്ങൾക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ രാവിലെ ഞാനൊരു മെഡിക്കൽ ടിപ്പാണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. നിങ്ങൾ എക്സസൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുക. ഒത്തുനോക്കണം, മറ്റുള്ളവരുമായിട്ട് ഒത്തുനോക്കുകയല്ല ചെയ്യേണ്ടത്. നാം ചെയ്യുന്നത് നമുക്ക് കുറവ് സംഭവിക്കുന്നുണ്ടോ, നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയുന്നുണ്ടോ, ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടോ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. സാധാരണ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ലെങ്ത്തും കൂടെ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഓടാൻ പറ്റും. സാധാരണ അല്ലെങ്കിലോ എനിക്ക് ഷുഗറും പ്രഷറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും. ഒരു പ്രായം കഴിയുമ്പോൾ സാധാരണ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും മെഡിസിൻ നിങ്ങളുടെ ദേഹത്ത് കയറ്റുന്നുണ്ടെങ്കിൽ കയറ്റാവുള്ളൂ. അതുവരെ ആരോഗ്യത്തോടെ പോകും. ഒരു പനി വരുമ്പോഴത്തേക്ക് കുമ്പളൊക്കെ ഉണ്ടാക്കി കൂടി അതൊക്കെ അങ്ങ് പൊക്കോളും. അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേര്. സാധാരണ പഠിച്ചതാ. നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല മനസ്സും നല്ല ചിന്താഗതിയും ദൈവം നൽകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, നല്ല സമുദ്രം സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദീർഘവർഷങ്ങളായി പല അസുഖങ്ങൾ അദ്ദേഹത്തെ ചരിത്രമുണ്ട്. ജന്മനാ പാരമ്പര്യമായി ലഭിച്ച അസ്വസ്ഥതകളുണ്ട് കർത്താവ്. പക്ഷേ എല്ലാത്തിനും പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ സൗഖ്യമാക്കാൻ കഴിയുള്ള ദൈവമാണ്. അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാരം വളരെ കൂടുതലായതുകൊണ്ട് മുട്ടിന് അവരെ താങ്ങാൻ, അവരുടെ ശരീരത്തിൻ്റെ വെയിറ്റ് മുഴുവൻ മുട്ടിന് താങ്ങാൻ പറ്റുന്നില്ല. കർത്താവെ, അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ഭാരം കുറയട്ടെ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവെ, അടുത്ത 1 മാസത്തിനുള്ളിൽ അവരുടെ നല്ല വ്യായാമ മുറ നിമിത്തം അവരുടെ ബോഡി വെയിറ്റ് കുറഞ്ഞ് ആരോഗ്യത്തോടെ ബലത്തോടെ യാതൊരു വിധമായ കുഴപ്പമില്ലാതെ കർത്താവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് അവർക്ക് നല്ലൊരു ജീവിതം, ഇന്നത്തെ പകൽ സന്തോഷമുള്ള, സമാധാനമുള്ള, ശുദ്ധ ഹൃദയമുള്ളൊരു ജീവിതം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വഴികളെല്ലാം ദൈവം കൂടിയിരിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന നടത്തുന്ന യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഗ്രൗണ്ട് അടുത്തില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്തോത്രം കളിക്കാൻ സ്ഥലമില്ലായിരിക്കാം. പക്ഷേ വീട്ടിനകത്ത് അല്പനേരം കുറച്ച് വ്യായാമം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് റെഡിയാകും. ആ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുടെ കർത്താവിന് വേണ്ടി ഓടി നടന്ന് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മറക്കരുത്, 1/2 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി ചിലവഴിക്കണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.